ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റീ ജോയിനർ. അപ്പം എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നും കുറച്ച് ജോബ് റിലേറ്റഡ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ UK-യിലുള്ളവർക്കാണെങ്കിലും ഗൾഫ് കൺട്രീസിലുള്ളവർക്കാണെങ്കിലും നാട്ടിലുള്ളവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് പ്രീവിയസ് എക്സ്പീരിയൻസ് ആയിട്ടും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ആയിട്ടും മാച്ച് ആവുന്നതാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ജോബ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബ്സിന് ചിലപ്പം പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് വന്നില്ല എന്ന് വരും. ഓൾറെഡി റെസ്പോൺസ് വന്ന് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ജോബിന് അങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് നിങ്ങൾക്ക് റെസ്യൂമെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. നാട്ടിലുള്ളവർക്കാണെങ്കിലും ഗൾഫ് കൺട്രീസിലുള്ളവർക്കാണെങ്കിലും വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. സോ വാച്ച് ടിൽ ദാറ്റ്. ഫസ്റ്റ് വൺ വരുന്നത് സോണോഗ്രാഫറിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് തന്നെയുണ്ട്. ഫാമിലിനെ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വിസ സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ജോബിന് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോബിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നുള്ളത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. കറക്റ്റായിട്ട് റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. അടുത്തത് കെയർ അസിസ്റ്റൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ്. UK-യിൽ നിൽക്കുന്നവരും ഒരുപാട് പേര് ഇപ്പം കെയർ ഓപ്പർച്യൂണിറ്റീസ് ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ നിയമങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം വരാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ളവർ ഒരുപാട് പേര് കെയർ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹോംസിലെല്ലാം ഓൾറെഡി ഫില്ലായിട്ട് ഇപ്പം ജോബൊക്കെ വേക്കൻസീസ് കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പം നിങ്ങളത് മാക്സിമം യൂസ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പിന്നെ വരുന്ന ഒരു ഗ്രാഫിക് ഡിസൈനറിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം സാലറി വൈസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ഒക്കെ ആയിട്ട് നിൽക്കുന്നവരാണ്, നിങ്ങൾക്ക് ഓൾറെഡി വിസയുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് അതൊരു പ്രശ്നമാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് എന്താണ്, നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ഈ ജോബ്സിനെല്ലാം അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത ബാബറിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി തന്നെയുണ്ട്. സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അവർ നോക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, റെലവൻസ് അലോണിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ ഇത്രയും നല്ല സാലറീസൊക്കെ ബാബറിന് കിട്ടാമെന്ന് പറയുന്നത് നോർമലി നമ്മൾ ഇങ്ങനെ കാണാറില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇതേ റിക്വയർമെൻറ്റ്സ് മാച്ചായിട്ട് വരുന്നവർ ഈ ജോബിന് അപ്ലൈ ചെയ്യുക. അടുത്ത റെസ്റ്റോറൻറ്റ് മാനേജറിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണെന്ന് അവർ പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ചിലപ്പം ഇതേ സെയിം കാറ്റഗറിയിൽ വരുന്നവരുണ്ടാവാം, നാട്ടിലുള്ളവരുണ്ടാവാം, ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. നിങ്ങൾ ഇങ്ങനത്തെ ജോബ്സൊക്കെ കാണുമ്പോൾ ഒന്നും മിസ്സാവാതെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ഹൗസ് കീപ്പിംഗ് മാനേജറിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വിസ സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഞാനിത് പറയുന്നത് UK-യിൽ നിൽക്കുന്ന ഒരുപാട് പേര് വിസ അവൈലബിൾ ആയിട്ടുള്ള ജോബ്സിനെല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. കാരണം ഇനിയിപ്പം സ്പ്രിങ്ങിലൊരു റൂൾ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് തന്നെ. അടുത്തത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഷെഫിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഷെഫൊക്കെ ആയിട്ട് ഒരുപാട് പേര് UK-യിൽ തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷേ സ്പോൺസർഷിപ്പ് കിട്ടാത്തത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കുന്നവരും കുറേ പേരുണ്ട്. അപ്പം നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇതുപോലെയുള്ള യൂസ്ഫുൾ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.